വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിഷ്വൽ ടെക് 26. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്നവർക്കായുള്ള 2 ടിപ്സ് ആൻഡ് ട്രിക്സിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ്. അപ്പം ആദ്യത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന മിക്കവർക്കുള്ളൊരു പ്രശ്നമാണ് ഫോണിൻ്റെ ചാർജ് പെട്ടെന്ന് തീർന്നു പോകുക എന്നുള്ളത്. അപ്പോൾ അതിനെല്ലാവരും നോർമലായിട്ട് നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് കുറച്ച് വയ്ക്കുക. അതുപോലെ തന്നെ നമ്മളെ നെറ്റ് ആവശ്യമുള്ള സമയത്ത് മാത്രം നമ്മൾ നെറ്റ് ഓൺ ചെയ്യുക, അല്ലാത്ത സമയത്ത് നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക. ഇത് മിക്കവർക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണ്, നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷേ അധികം പേർക്കും അറിയാത്തൊരു കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മളെ സെറ്റിങ്സിലോട്ട് പോവുക. സെറ്റിങ്സിലോട്ട് പോയതിന് ശേഷം നമ്മളെ ആപ്ലിക്കേഷൻ മാനേജറിലോട്ട് പോവുക. ആപ്ലിക്കേഷൻ മാനേജറിലോട്ട് പോയതിന് ശേഷം നമുക്കിവിടെ കാണാം നമ്മളെ ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഓരോ ആപ്ലിക്കേഷനോട്ടും നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം. ആപ്ലിക്കേഷനോട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻ നമ്മൾ കാണാം. നോട്ടിഫിക്കേഷൻ, പെർമിഷൻ, ഡാറ്റ യൂസേജ്, സ്റ്റോറേജ്, അങ്ങനെ ഒത്തിരി ഓപ്ഷൻ നമുക്കിവിടെ കാണാം. അപ്പോൾ ഇവിടെ ഒരു ഡാറ്റ യൂസേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മളിവിടെ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴോട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്കിവിടെ കാണാം മൊബൈൽ ഡാറ്റ, വൈഫൈ, ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ, റോമിംഗ് ഡാറ്റ. അങ്ങനെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ എന്നുള്ളത് മിക്കവർക്കും അത് എനേബിൾ ആയിരിക്കും. അതൊന്ന് നമ്മൾ ഡിസേബിൾ ചെയ്ത് വയ്ക്കാം. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ നമ്മൾ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനുകളും നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിലും അത് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഡാറ്റ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മളെ ഫോണിൻ്റെ ചാർജ് തീരാനുള്ളൊരു കാരണമാണ്. അപ്പം നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാ ആപ്ലിക്കേഷനും ഇതേപോലെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ഡാറ്റ യൂസേജ് എടുക്കുക. ഡാറ്റ യൂസേജ് പോയിട്ട് നേരെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ നമ്മൾ ഡിസേബിൾ ചെയ്ത് വയ്ക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ നേരെ സെറ്റിങ്സിൽ തന്നെ പോയിട്ട് ഇവിടെ നമ്മൾ വൈഫൈ എന്ന് സെർച്ച് ചെയ്യാം. വൈഫൈ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും താഴെയായിട്ട് നമ്മളിവിടെ കാണാൻ സാധിക്കും വൈഫൈ സ്കാനിങ് എന്നുള്ള ഒരു ഓപ്ഷൻ. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം വൈഫൈ സ്കാനിങ്, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് സ്കാനിങ്. ഇതെല്ലാവർക്കും ഡിഫാൾട്ടായിട്ട് എനേബിൾ ആയിരിക്കും. ഇത് രണ്ടും നമ്മളൊന്ന് ഡിസേബിൾ ചെയ്ത് വയ്ക്കാം. കാരണം എന്ന് വെച്ചാൽ ഇത് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ എല്ലാ സമയത്തും ഈ ഒരു വൈഫൈ ആണെന്നുണ്ടെങ്കിൽ വൈഫൈക്ക് വേണ്ടി ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ആണെങ്കിൽ ബ്ലൂടൂത്തിന് വേണ്ടി ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. അതൊക്കെ നമ്മളെ ബാറ്ററി ചാർജ് തീരാനുള്ളൊരു കാരണമാവും. പിന്നെ രണ്ടാമത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മഴയുടെ സീസണാണ് അല്ലേ. മഴയൊക്കെ ആവുന്ന സമയം നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് മഴയത്ത് നമ്മളെ ഫോണൊക്കെ നനയാനുള്ള ചാൻസ് ഒത്തിരി കൂടുതലാണ്. അപ്പം നമ്മുടെ ഫോണൊക്കെ നനയുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മൈക്രോഫോണിലൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ അപ്പോൾ അത് നമ്മുടെ ഫോണിൽ നിന്ന് നമ്മൾ കോൾ ചെയ്യുമ്പോൾ ഒന്നും നമുക്ക് നമ്മളെ വോയിസ് ഒന്നും അത്ര ക്ലിയർ ആവത്തില്ല. അപ്പോൾ അത് വെള്ളം കയറിയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഗൂഗിളിൽ പോയി സ്പീക്കർ, ഫിക്സ് മൈ സ്പീക്കർ എന്ന് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം. സ്പീക്കർ. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ഈ ഒരു ഫിക്സ് മൈ സ്പീക്കർ എന്നുള്ള ഈ ഒരു ഇതിലൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ടാണ് പോവുക. ഇവിടെ നമുക്ക് കാണാം ഫിക്സ് മൈ സ്പീക്കേഴ്സിന് ഒരു സ്പീക്കറിൻ്റെ ഒരു ഐക്കണൊക്കെ ആയിട്ട് ഒരു സംഭവം നമുക്കിവിടെ കാണാം. അതിൻ്റെ താഴെയായിട്ട് ഒരു റൗണ്ട്, ഒരു ഓവൽ ഷേപ്പിൽ ഒരു സംഭവം കാണാം. നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സൗണ്ടോട് കൂടിയിട്ട് ഒരു വൈബ്രേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്ന സമയത്തെന്ന് വെച്ചാൽ നമ്മളെ ഈ ഒരു മൈക്രോഫോണിന് അകത്തുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് ഇങ്ങനെ പോകാൻ തുടങ്ങും. അങ്ങനെ നമുക്ക് ഇതിനകത്ത് കയറിയിരിക്കുന്ന വെള്ളത്തിനൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.